ഹായ് ഫ്രണ്ട്സ്, ഞാൻ റിൻസി ജോൺസൺ. എല്ലാവർക്കും സുഖമല്ലേ? അങ്ങനെ ചോദിക്കുന്ന മോശമല്ലേ, ലോക്ക്ഡൗൺ ഒക്കെ ആയതുകൊണ്ട്. എന്നാലും എല്ലാവരും സുരക്ഷിതരായിട്ടിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമുക്ക് ഇന്ന് കുറേ കാലങ്ങൾക്ക് ശേഷമല്ലേ, നമ്മൾ കുറച്ച് നാളായില്ലേ കണ്ടിട്ട്, കുറച്ച് നാളുകൾക്ക് ശേഷം ഞാനൊരു പുതിയ ഡിഷുമായിട്ട് നിങ്ങളുടെ മുൻപിലേക്ക് വന്നിരിക്കുകയാണ്. ഇന്നത്തെ നമ്മുടെ ഡിഷ് എന്ന് പറഞ്ഞാൽ മാമ്പഴ പുളിശ്ശേരിയാണ്. ഇപ്പോൾ നമുക്ക് മാങ്ങയുടെ കാലമാണ് അല്ലേ. നമ്മളിപ്പോൾ വീട്ടിലിങ്ങനെ ഇരിക്കുന്ന സമയത്ത് മുറ്റത്തോട്ടൊന്ന് ഇറങ്ങിയാൽ മാവിൻ്റെ ചുവട്ടിലോട്ടൊക്കെ പോയി നോക്കിയാൽ ഇഷ്ടം പോലെ മാങ്ങ ഉണ്ടാവും. അപ്പം ഞാനിപ്പോൾ ഈ എടുത്തേക്കുന്ന മാങ്ങ എന്ന് പറഞ്ഞാൽ നാട്ടുമാങ്ങയാണ്. നിങ്ങൾക്കിപ്പോൾ നാട്ടുമാങ്ങ ഇല്ലെങ്കിൽ നമ്മളുടെ ഈ സാധാരണ ഏത് മാമ്പഴം വെച്ചിട്ടും നമുക്ക് ഉണ്ടാക്കാം. ഇത് ഇപ്പോൾ മാങ്ങ ആയതുകൊണ്ട് നമുക്ക് തൊലി കളഞ്ഞിട്ടാണ് നമ്മളിത് ഉപയോഗിക്കുക. പക്ഷേ ഇത് നമുക്ക് തൊലി കളഞ്ഞിട്ട് അരിഞ്ഞ് നമുക്ക് ഉപയോഗിക്കാം. അപ്പം ഇപ്പം നാട്ടുമാങ്ങ ഇല്ല എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കാതിരിക്കണ്ട. ഇത് ഞാൻ പറഞ്ഞല്ലോ, ഇത് ശരിക്കും ചോറുണ്ണാൻ അത്ര ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ്. എല്ലാവരും പരീക്ഷിച്ച് നോക്കണം. നമുക്കിനി ഇതിന് എന്തൊക്കെയാണ് ആവശ്യമെന്നൊന്ന് നോക്കാം. അപ്പം ഞാൻ ഒന്ന് പരിചയപ്പെടുത്താം. നമുക്ക് മാങ്ങ, ഒരു 6 പച്ചമുളക് നടുവേ പുളർന്ന് വെച്ചിരിക്കുകയാണ്. കുറച്ച് കുരുമുളക് പൊടി വേണം, കുറച്ച് മുളക് പൊടി വേണം, മഞ്ഞൾപ്പൊടി വേണം, അതുപോലെ തന്നെ ഒരു ലേശം ശർക്കര പാനി വേണം, കുറച്ച് നെയ്യ് വേണം, പിന്നെ നമുക്കറിയാം ഉപ്പ് വേണം. ഇത് നമുക്ക് അരയ്ക്കാൻ വേണ്ടിയിട്ടുള്ള തേങ്ങയാണ്. അതിലേക്ക് ഒരു കഷ്ണം വെളുത്തുള്ളിയാണ് ഞാനിവിടെ വെച്ചേക്കുന്നത്. പിന്നെ നമുക്ക് തൈര് വേണം. ഇത് കടുക് താളിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വറ്റൽമുളകും ചെറിയുള്ളിയും കൂടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ കടുക്, ഉലുവ, ഇത്രയും വെളിച്ചെണ്ണ വേണം. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് വേണ്ടിയത്. ഇത്രയും സാധനങ്ങളൊക്കെ കണ്ടിട്ട് നിങ്ങൾ പേടിക്കൊന്നും വേണ്ട കേട്ടോ. ഒരുപാട് ഐറ്റം വേണമെന്ന് ഓർത്തിട്ട്. ഇതൊക്കെ അരയ്ക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഞാൻ പറഞ്ഞില്ല, ഈ ജീരകമൊക്കെ ഞാൻ അരയ്ക്കാൻ വേണ്ടി, അത് അരയ്ക്കുന്ന സമയത്ത് ഞാൻ അതൊക്കെ പറഞ്ഞു തരാം. പിന്നെ അതുപോലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ, നാട്ടുമാങ്ങ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഈ നാട്ടുമാങ്ങ കിട്ടുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് ഞാൻ അതും നിങ്ങളെ കാണിക്കാൻ വേണ്ടി എടുത്തു വെച്ചേക്കുന്നതാണ്. ഈ മാങ്ങ ചേർത്തിട്ട് നമുക്ക് ഉണ്ടാക്കാം. ഇത് ഇപ്പോൾ ഇല്ലയെന്ന് ഓർത്തിട്ട് നിങ്ങളുടെ ആ പരീക്ഷണം നിങ്ങൾ വേണ്ടാന്ന് വെക്കരുത്. ഇത് വളരെ ടേസ്റ്റിയാണ്. നമുക്ക് ഒന്ന് നോക്കാം. ഞാൻ ഇന്ന് എടുത്തേക്കുന്ന ചട്ടി എന്ന് പറഞ്ഞുണ്ടല്ലോ, നമ്മുടെ പണ്ട് കാലത്തൊക്കെ നമ്മുടെ അമ്മച്ചിമാരൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന കൽച്ചട്ടിയാണ് കേട്ടോ. ഈ കൽച്ചട്ടിയിൽ നമ്മൾ എന്ത് കറി ഉണ്ടാക്കിയാലും ഭയങ്കര ടേസ്റ്റ്. അതിപ്പോൾ വീട്ടിൽ പ്രായമുള്ളവരോടൊക്കെ ചോദിച്ചാൽ അറിയാൻ പറ്റും. ഞാനൊരു കൽച്ചട്ടിയാണ് ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ അടപ്പൊക്കെ ഉണ്ടായിരുന്നു. ഈ അടപ്പ് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര പേടിയാണ്, എനിക്ക് ചൂടധികമാകുമ്പോൾ. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഒരു അടപ്പാണ് വെച്ച് മൂടാൻ ഉദ്ദേശിക്കുന്നത്. എന്തായാലും നമുക്ക് തുടങ്ങുമല്ലേ. നമുക്ക് ആദ്യമേ വേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ, നമ്മുടെ ഈ കൽച്ചട്ടിയിലേക്ക് നമ്മുടെ മാങ്ങ ഇട്ട് കൊടുക്കാം. ഈ മാങ്ങയുടെ ഒരു പ്രത്യേകത നിങ്ങൾ കണ്ടോ, പല വലിപ്പത്തിലുള്ള മാങ്ങയാണ്. ഒരു മാവിൻ്റെ മാങ്ങയാണ്. പക്ഷെ കണ്ടോ, കുഞ്ഞുണ്ട്, വലുതുണ്ട്. ഇതിപ്പം നമ്മുടെ വീടുകളിലാണേലും അങ്ങനെയല്ലേ അല്ലേ. ഒരമ്മ പ്രസവിച്ച മക്കളെല്ലാം ഒരുപോലെ ഇരിക്കുമോ നോക്കിയേ. എനിക്ക് ഭയങ്കര കൗതുകമായിട്ട് തോന്നി. കുഞ്ഞുണ്ട് കേട്ടോ, വലുതുണ്ട്. ഇതൊരു മാവിൻ്റെ സാധനമാണ്. ഓക്കെ, നമുക്കിത് നമ്മുടെ ചട്ടിയിലോട്ട് ഇട്ട് വെക്കാം. അതിലേക്ക് നമ്മൾ 6 പച്ചമുളക് നടുവേ പിളർന്നിട്ട് 2ആയിട്ട് മുറിച്ച് വെച്ചതാണ്. അതും കൂടെ നമുക്ക് ഇതിനകത്തിടാം. ഇതിന് 6 എണ്ണം എടുത്ത് എന്താണെന്നറിയോ, ഇതിന് വലിയ എരിവില്ല നമ്മുടെ ഈ പച്ചമുളകിന്. അതുകൊണ്ടാണ് നിങ്ങളുടെ പച്ചമുളക് നിങ്ങളുടെ കയ്യിലുള്ളത് എരിവ് കൂടിയതാണെങ്കിൽ ഒരു 3 എണ്ണമൊക്കെ ഇടുക കേട്ടോ. നമ്മുടെ മാമ്പഴ പുളിശ്ശേരിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഉപ്പും പുളിയും മധുരവും എല്ലാം വേണം. അപ്പം എരിവ് അധികമായി പോവരുത്. നമുക്കിത് ഒരു 1/2 സ്പൂൺ കേട്ടോ, 1/2 സ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്ത്, അതുപോലെ തന്നെ ദേ കണ്ടോ, ഒരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തു. നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇത്ര ഉപ്പ് വേണ്ടി വരും നമുക്ക്. ഇനി തൈരൊക്കെ ചേരാനുള്ളതല്ലേ, എത്ര ഉപ്പ് വേണം. അതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ. കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തിട്ട് കുറച്ച് വെള്ളം ഒഴിക്കാം. ഇത് നന്നായിട്ട് വേകാനുള്ള വെള്ളം വേണം കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ സ്റ്റൗ ഒന്ന് കത്തിക്കാം. ഓക്കെ, ഇനി ഇത് നല്ല പോലെ വേകട്ടെ കേട്ടോ. മാങ്ങ നല്ലപോലെ വെന്ത് നല്ലപോലെ അതിനകത്തൊന്ന് വെള്ളം വറ്റണം. അപ്പം നമുക്കിതൊന്ന് മൂടി വെക്കാം.
ഈ മൂടി കണ്ടിട്ട് എൻ്റെ പ്രിയ സുഹൃത്തുക്കൾ പറയരുത് കേട്ടോ, ഇതിൻ്റെ കല്ലിൻ്റെ തന്നെ മൂടിയുണ്ട്. എനിക്കിത് എടുക്കുമ്പം കൈ പൊള്ളുമെന്ന് വിചാരിച്ചിട്ട് ഇത് ഞാൻ റിസ്ക് കുറഞ്ഞത് എടുത്തതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഇതിൻ്റെ അഭിപ്രായങ്ങളൊക്കെ ഇങ്ങനെ പറയുമ്പോഴത്തേനും ചേച്ചി എന്താണ് ഒരു അലൂമിനിയത്തിൻ്റെ മൂടി എടുത്തതെന്ന് പറയരുത്. ഇത് എൻ്റെ ഒരു സുരക്ഷയ്ക്ക് വേണ്ടി എടുത്തതേ ഉള്ളൂ. ഇതിൻ്റെ തന്നെ മൂടി ഉണ്ടായിരുന്നു. അത് ഭയങ്കരമായിട്ട് പെട്ടെന്ന് ഈ കൽച്ചിട്ടയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് ചൂടായി കഴിഞ്ഞാൽ പിന്നെ ആ ചൂട് കുറേ നേരത്തേക്ക് നിൽക്കും. അപ്പോൾ നമ്മളുടെ എൻ്റെ കയ്യും കൂടെ അത് നോക്കിയിട്ട് ഞാൻ വെച്ചെന്നേ ഉള്ളൂ. എല്ലാവരും അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് ഈ കൽച്ചട്ടി എല്ലാവരുടെയും വീട്ടിലൊന്നും ഉണ്ടാവണമെന്നില്ല. നിങ്ങൾ മൺചട്ടിയിൽ ഉണ്ടാക്കിയാൽ മതി കേട്ടോ. കൽച്ചട്ടി ഞാൻ ചുമ്മാ ഷോയ്ക്ക് നിങ്ങളെ ഇത് കാണിച്ചെന്നേ ഉള്ളൂ. ഇത് നിങ്ങൾ മൺചട്ടിയിലാണ് ഇത് ഉണ്ടാക്കേണ്ടത്. സാധാരണ നമ്മുടെ വീട്ടിൽ മൺചട്ടി ഉണ്ടല്ലോ, അതിലുണ്ടാക്കിയാൽ. നമുക്കിതിലേക്ക് ഒരു അരപ്പ് തയ്യാറാക്കാനുണ്ട്. അതിൽ 1 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ചുള വെളുത്തുള്ളി, ഇത് കണ്ടോ, നിങ്ങൾ കണ്ടില്ലേ, 1 ചുള വെളുത്തുള്ളി, കുറച്ച് ജീരകം, ചെറുജീരകമാണ്. ഇങ്ങനെ ഒരു പിഞ്ച് ചെറുജീരകം മതി കേട്ടോ. ഒരുപാട് ചൊവ വേണ്ട ചെറുജീരകത്തിൻ്റെ. ഇത് കണ്ടോ, നിങ്ങൾക്ക് അറിയാൻ പറ്റും. നമ്മൾക്ക് ഒരു പിഞ്ച് ഇങ്ങനെ പൊക്കിയെടുക്കുമ്പോൾ 1 പിഞ്ച് ചെറുജീരകം, അതും കൂടെ നമുക്ക് തേങ്ങയുടെ കൂട്ടി ചേർത്ത് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് നമുക്ക് ഒന്ന് അരച്ചിട്ട് വരാം. അപ്പോഴത്തേനും നമ്മുടെ ഇത് വേകുകയും ചെയ്യും. ഇനി നമ്മുടെ എന്തായി നമ്മുടെ മാമ്പഴം എന്ന് നോക്കാം. നന്നായിട്ട് തിളച്ചിട്ടുണ്ട് കേട്ടോ. തിളച്ച് വെന്തോണ്ടിരിക്കുന്നുണ്ട്. ഈ വെള്ളം ഒന്ന് വറ്റണം. ഈ ഒരു ടൈമിലുണ്ടല്ലോ നമുക്കൊരു 1/2 സ്പൂൺ കുരുമുളകും കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ. കണ്ടോ, ഒരു 1/2 സ്പൂൺ കുരുമുളക് പൊടി അതും കൂടെ ഒന്ന് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഒരുപാട് വേണ്ട, 1/2 സ്പൂൺ മതിയാവും കേട്ടോ. എന്നിട്ട് നമുക്ക് ഒന്നും കൂടെ ഒന്ന് ഇളക്കിയിട്ട് അടച്ചു വെക്കാം. ഇച്ചിരി കൂടെ വേകാനുണ്ട്. എങ്ങനെയാണെന്ന് അറിയത്തില്ലല്ലോ, കട്ടയോ കല്ലോ ഒക്കെ ഉണ്ടെങ്കിൽ ഞാൻ അതൊന്ന് ഉരുക്കിയിട്ട് അരിച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് അതും ഒന്ന് ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാൻ കൊണ്ടുപോയ തേങ്ങ ഉണ്ടല്ലോ, ആ തേങ്ങ ഞാൻ അരച്ച് അരപ്പാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. അതും നമുക്ക് ചേർത്ത് കൊടുക്കാം. നമ്മുടെ കറി ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി ഇതെല്ലാം ഒന്ന് ചേർത്ത് നമ്മുടെ തൈരും ചേർത്ത് കടുക് താളിച്ചെടുത്താൽ നമ്മുടെ കറിയായി. ഓക്കെ, അപ്പോൾ നമുക്കിത് ഓരോന്നോരോന്ന് നമുക്ക് ചേർത്ത് കൊടുക്കാം. നമുക്ക് ഇതിലേക്ക് 1 സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. 1 സ്പൂണിൻ്റെ ആവശ്യമുള്ളൂ. ഇനി നമുക്ക് അതുപോലെ തന്നെ നമുക്ക് 2 സ്പൂൺ ശർക്കര പാനി കണ്ടോ. ഇനിയിപ്പം കണ്ടോ, തീയൊക്കെ സിമ്മിലാണ്. അതൊന്ന് തിള വരുന്നുണ്ട്. ആ വരുന്ന സമയത്ത് നമുക്ക് നമ്മുടെ ഇതും കൂടെ തൈരും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ചിലവർ പറയും ഇതിനകത്ത് തൈരിൻ്റെ ആവശ്യമുണ്ടോ. അപ്പോൾ ഇതെന്താണെന്നറിയോ, തൈര് ഒഴിച്ചില്ലെങ്കിൽ മാമ്പഴ പുളിശ്ശേരി ആവില്ല, മാങ്ങാക്കറിയായിപ്പോവും, മാമ്പഴക്കറിയായിപ്പോവും. ഈ തൈരും കൂടെ ചേർത്ത് കഴിയുമ്പോഴാണ് ആ ഒരു കറക്റ്റ് നമുക്ക് ആ ഒരു പുളിശ്ശേരിയുടെ ഒരു രീതിയിൽ നമുക്ക് കിട്ടുള്ളൂ. അതുകൊണ്ട് ഇനിയിപ്പോൾ തൈര് ചേർക്കാൻ ഇഷ്ടമില്ലാത്തവർ ചേർക്കണ്ട, പക്ഷേ ഇതാണ് അതിൻ്റെ ഒരു ശരി. ഞാൻ 1 കപ്പ് തൈരാണ് എടുത്തേക്കുന്നത് കേട്ടോ. ഈ 1 കപ്പ് തൈര് ഞാൻ ഒഴിച്ചു കൊടുക്കുവാണ്.
കുറവുണ്ട്. ഇതാ ഒരു പിഞ്ചുപ്പ് അതിൻ്റെയും കൂടെ മതി. ഇത് കണ്ടോ, ഞാൻ കയ്യിലൊഴിച്ച് ടേസ്റ്റ് നോക്കി എന്താണെന്നറിയാമോ, ഈ നാടൻ ഡിഷൊക്കെ നമ്മുടെ കയ്യിലൊഴിച്ച് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പം അതിൻ്റെ ഒരു പ്രത്യേകത ഇല്ല, നിങ്ങൾക്കൊക്കെ അങ്ങനെ തോന്നിയിട്ടില്ലേ? സ്പൂണൊക്കെ വെച്ച് നമ്മൾ നോക്കുമ്പോൾ അതൊരു മോഡേൺ ആയി പോകും അല്ലേ? നമുക്ക് തനിനാടൻ പോരെ. അപ്പോൾ ഇത് കണ്ടോ, നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഉള്ള പണി എന്ന് പറഞ്ഞാൽ അതൊന്ന് താളിക്കുക എന്നുള്ള, ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ച് നമുക്കൊന്ന് താളിക്കാം. ഇതിന് ഒരുപാട് തിള വന്ന് പോവരുത്, ഒന്ന് ചൂടായി ഒന്ന് തിളയെന്ന് കാണുമ്പോൾ തന്നെ നമ്മൾ എടുക്കണം. അപ്പോൾ എൻ്റെ കറി ഏകദേശം ആയിട്ടുണ്ട്, ഞാൻ ഇത് എടുക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ കറി അങ്ങ് എടുക്കാം. എൻ്റെ ദൈവമേ രക്ഷിക്കണേ. ഓക്കെ, രക്ഷപ്പെട്ടു. ഇനി നമുക്ക് ഒന്ന് താളിക്കാം കേട്ടോ. ചട്ടി ചൂടായിട്ടുണ്ട്, നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരുപാടൊന്നും വേണ്ട കേട്ടോ, കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചാൽ. അതിലേക്ക് നമുക്ക് ഒരു പിഞ്ചുലുവ കേട്ടോ, ഇത് കുറച്ച്. അതിന് ശേഷം ഉണ്ടല്ലോ, ഉലുവ മൂത്ത് വരുമ്പോൾ വേഗം തന്നെ നമ്മൾ കടുകിട്ട് കൊടുക്കണം. ഉലുവ കരിഞ്ഞു പോരുത്. ഉണ്ടോ, കടുകിട്ട് കൊടുത്തു. അതും നമ്മുടെ ഇഷ്ടത്തിന്. കടുക് പൊട്ടിത്തുടങ്ങി നമുക്ക് നമ്മുടെ ചെറിയുള്ളി ഇട്ട് കൊടുക്കണം കേട്ടോ, അരിഞ്ഞു വെച്ചേക്കുന്ന ചെറിയുള്ളിയാണ്. ഇനി നമ്മുടെ വറ്റൽമുളക്, ഈ വറ്റൽമുളക് 3 വറ്റൽമുളക് ഞാൻ എടുത്തിട്ട് ഒന്ന് മുറിച്ചിട്ടേക്കാം. ഉണ്ടോ, ഇനി നമ്മുടെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. കേട്ടോ, നമ്മുടെ കടുകും കരിവേപ്പിലയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഈ വറവ് ഇതിലേക്ക് അങ്ങോട്ട് ചേർക്കാം. ഇതിലേക്ക് ചേർക്കാം കേട്ടോ. അങ്ങനെ നമ്മുടെ മാമ്പഴ പുളിശ്ശേരി റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്. ഒത്തിരി കുറുകി പോരുത് കേട്ടോ. ഇതാണ് അതിൻ്റെ ഒരു പാകം എന്ന് പറയുന്നത് കേട്ടോ. പുളിശ്ശേരി അല്ലേ, ചോറിലൊഴിച്ച് കൂട്ടേണ്ടതല്ലേ. അപ്പോൾ അതേ കുറുകി പോരുത്. ഈ ഒരു പരുവത്തിൽ വേണം നമുക്ക് അത് കിട്ടാൻ. ഇനി നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റാം അല്ലേ. ഇത് നമ്മൾക്ക് ഇതെന്നാണെന്നറിയോ, ഈ ഒരു മാമ്പഴ പുളിശ്ശേരിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് ഇങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് നാളത്തേക്കിനാണ് കൂട്ടാൻ ഒന്നും കൂടെ നല്ലത് കേട്ടോ. രുചി അപ്പോഴാണ് നല്ലപോലെ. ഇത് ഈ കൽച്ചട്ടിയിലായതുകൊണ്ട് നമ്മുടെ മൺചട്ടി വെച്ചാലും ഒന്നും കൂടെ അങ്ങോട്ട് കുറുകും. അപ്പോൾ അതിനനുസരിച്ച് ആ ഒരു അളവാകുമ്പോൾ നമ്മൾ എടുത്തു മാറ്റണം. ഇത് ഞാൻ പറഞ്ഞില്ലേ, നല്ല ഒരു മണമൊക്കെ വരുന്നുണ്ട്, നല്ല ടേസ്റ്റുമാണ്. നിങ്ങളെല്ലാവരും ഇത് വീട്ടിലുണ്ടാക്കി നോക്കണം. നിങ്ങളുടെ മക്കൾക്ക് ഇത് കൊടുക്കണം. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ മാങ്ങയുടെ സമയമായതുകൊണ്ട് നമ്മൾ അത് വെറുതെ ആ മാങ്ങ നശിപ്പിച്ച് കളയരുത്. ഇങ്ങനെയൊക്കെ ഉണ്ടാക്കാം. ഇതാ ഞാൻ ഇച്ചിരി ഗാർണിഷിങ്ങിന് ഒരു ലേശം ഇവിടെ വെച്ചിരുന്നു, അതും കൂടെ എന്നിട്ടെ. അങ്ങനെ നമ്മുടെ മാമ്പഴ പുളിശ്ശേരി റെഡി ആയിട്ടുണ്ട്. ഞാനിത് പലരും എന്നോട് പറയുകയുണ്ടായി, ചോദിച്ചിട്ടുണ്ടായിരുന്നു കമൻറ്റിലൂടെ, മാമ്പഴ പുളിശ്ശേരി ഞങ്ങൾക്ക് ഒന്ന് കാണിച്ചു തരുമോ. കാര്യം എന്താണെന്നറിയോ, ഇത് ഫ്ലവേഴ്സ് TV-യിൽ എനിക്ക് ഫസ്റ്റ് കിട്ടിയ ഒരു ഡിഷാണ്. അത്ര ടേസ്റ്റാണ് കേട്ടോ. അത് ഞാൻ പറഞ്ഞില്ലേ, അത് എന്താണ് പറയുക, അത് ആ ഒരു ബ്രാഹ്മിൻസിൻ്റെ ഒക്കെ ഒരു സ്റ്റൈലിൽ നല്ല ഒരു രീതിയിൽ നമുക്കത് ഉണ്ടാക്കാൻ സാധിച്ചു. നിങ്ങൾക്ക് ഇത് നല്ല ചോറിൻ്റെ കൂടെ ഒരു പപ്പടം പൊള്ളിച്ചതും ഒക്കെ ഉണ്ടെങ്കിൽ നല്ല രുചികരമായിട്ട് നമുക്ക് ആസ്വദിച്ച് ചോറിനാൻ പറ്റും. നമുക്ക് ആ മാങ്ങയൊക്കെ പീച്ച് ഇങ്ങനെ അങ്ങോട്ട് എടുത്ത് നക്കി തിന്നുക, അതൊക്കെയാണ് കേട്ടോ. നിങ്ങൾ ഈ ഫുഡ് കഴിക്കുമ്പോൾ നിങ്ങൾ സ്റ്റൈൽ നോക്കി കഴിക്കുകയും ചെയ്തത്. പിന്നെ എൻ്റെ വിവരണം കുറച്ച് കൂടുന്നുണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കുക. കാര്യം എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ സംസാരം TV-യാണ്. നമുക്ക് സംസാരിച്ചുകൊണ്ടേ ഇത് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ആണ് അങ്ങനെ വരുന്നത്. പിന്നെ കൂടുതലായിട്ടും നിങ്ങൾക്ക് ഇത് മനസ്സിലാകുന്നുണ്ടോ എന്ന് ഇത് ഉള്ളതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന ഡിഷുകൾ നിങ്ങൾ വീട്ടിലുണ്ടാക്കണം. അപ്പോൾ ഒരു സംശയവും നിങ്ങൾക്കുണ്ടാവരുത്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഞാൻ ഇത്രയും വിശദീകരിച്ച് പറഞ്ഞു തരുന്നത്. അതുപോലെ തന്നെ ഞാൻ ഈ നാടൻ പാചകത്തിൻ്റെ ക്ലാസ്സുകളൊക്കെ കുട്ടികൾക്ക് എടുക്കുന്നുണ്ട്. കുട്ടികൾക്ക് തന്നെയല്ല, വലിയവർക്കും. അപ്പം അവർക്ക് ഞാനിങ്ങനെ വിശദീകരിച്ച് പറഞ്ഞു കൊടുത്ത് അങ്ങനെ ഒരു ശീലമായിപ്പോയി. എല്ലാവരും ക്ഷമിക്കുക. ഈ ഡിഷ്, ഈ മാമ്പഴ പുളിശ്ശേരി നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കുക. നല്ല ടേസ്റ്റാണ്, അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ കണ്ടില്ലേ, ഇത് കണ്ടോ, ഏത് മാങ്ങ ഉണ്ടെങ്കിലും, നാട്ടുമാങ്ങ വേണമെന്നില്ല,
നിങ്ങൾക്ക് ഈ മാങ്ങ ഉണ്ടെങ്കിലും ഉണ്ടാക്കി നോക്കാം. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. അതിനുശേഷം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ബെല്ലൈക്കൺ ഉണ്ട്, ഒന്ന് പ്രസ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ അറിയിക്കുക. എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ എൻ്റെ ഭാഗത്തുനിന്ന്, അല്ലെങ്കിൽ പുതിയ പുതിയ നിങ്ങൾക്ക് ഡിഷുകൾ വേണമെങ്കിൽ അങ്ങനെയും നിങ്ങൾക്ക് പറഞ്ഞാൽ ഞാൻ അതുപോലെ എനിക്കറിയാവുന്ന രീതിയിൽ നിങ്ങൾക്ക് ഞാനത് ചെയ്തു തരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം.